ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ RSS ശാഖ നിർത്തലാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റാനാണ് RSS ശ്രമിക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചു. അതേസമയം പൊതുപരിപാടികളിൽ പ്രാർത്ഥന വേണ്ടെന്ന നിലപാട് സാംസ്കാരിക ഫാസിസമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതായുള്ള പരാതികൾ ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്നകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് ഫേസ്ബുക്കിൽ മന്ത്രി വ്യക്തമാക്കി. നാടിന്റെ മതേതര സ്വഭാവവും സമാധാന അന്തരീക്ഷവും തകർക്കുവാനുള്ള ഇത്തരം ശ്രമങ്ങൾ അനുവദിക്കില്ല. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇത്തരം കൊള്ളരുതായ്മകളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്ന്. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ BJP രംഗത്തെത്തി. ഇപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ RSS പ്രവർത്തനം പാടില്ല, ഇനി അവിടെ നാമജപവും പാടില്ല എന്ന് പറയും, അവസാനം പൂജയും പാടില്ല എന്ന് പറയും. വെളിച്ചത്തെ ഭയപ്പെടുന്നവർ ഇരുട്ടിൻ്റെ ശക്തികളാണ്. ക്ഷേത്രങ്ങളിലെ RSS ശാഖകൾ നിയമവിധേയമാണെന്നും ക്ഷേത്രങ്ങളിൽ തന്നെ ശാഖ നടത്തണമെന്ന് നിർബന്ധമില്ലെന്നും BJP നേതാവ് MD രമേശും പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കടന്നാക്രമിച്ചത് കടകംപള്ളിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, BJP സംസ്ഥാന ഇന്റലക്ച്വൽ സെൽ കൺവീനർ TG മോഹൻദാസ്, കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും.